ഞാൻ വാക്ക് തരാം, ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ട് ചെയ്ത ഒരു തെറ്റും ഞാൻ ചെയ്യൂല, എനിക്ക് കുറച്ച് സമയം തരുമോ, അന്ന് ഞാൻ അങ്ങനെ കോളേജ് ലൈഫിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഓരോ ഹറാമുകളിൽ പെട്ടുപോയി, ഞാൻ ഇനി പെടില്ല, ഷുവർ ഞാൻ നന്നാകും. ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ട് ചെയ്ത ഒരു തെറ്റും ഞാൻ ചെയ്യൂല, വാക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു സംശയം വരും, അല്ല പണ്ട് നിനക്ക് ദുനിയാവിൽ ആയുസ് ഉണ്ടായിട്ടില്ല, ജനിച്ച ഉടനെ മരിച്ച ആളാണോ? അല്ല. കുട്ടിയായ കാലത്ത് മരിച്ച ആളാണോ? 1-ാം ക്ലാസ്? അല്ല. പിന്നെ 5-ാം ക്ലാസ് നിന്ന് മരിച്ച ആളാണോ? അല്ല. അപ്പോൾ UP-യും LP ഒക്കെ കഴിഞ്ഞ് SLC കാലത്ത് മരിച്ച ആളാണോ? അല്ല. അപ്പൊ പണ്ട് ആയുസ് കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ അന്ന് നന്നാവാതിരുന്നത്? അത് പിന്നെ ഞാൻ അങ്ങനെ കൂടുതൽ പ്രായം ജീവിച്ചിട്ടില്ല, 28-ാമത്തെ വയസ്സിൽ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചതാണ്. അപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞു, ഒരു അടിച്ചുപൊളി കാലം കഴിഞ്ഞിട്ട് പിന്നീട് നന്നാവാമെന്ന് വിചാരിച്ചൊരു ആക്കുമ്പോഴേക്കാണ് അങ്ങനെ ആക്സിഡൻ്റായിട്ട് മരിച്ചത്, അതാണ് പറ്റിപ്പോയത്. ഓക്കെ സർ അങ്ങനെ പറഞ്ഞത്. മാഡം എന്താ പറഞ്ഞത്? ഞാൻ ഒരു ചെറിയ വയറുവേദനയിലായിട്ട് അങ്ങനെ 23-ാമത്തെ വയസ്സിൽ മരിച്ചു പോയതാണ്, ഞാൻ നന്നാവണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പിന്നെ അങ്ങനെ പെട്ടെന്ന് മരിച്ചുപോയി. ഓ അങ്ങനെ. അപ്പം കൂടുതൽ പ്രായം കിട്ടിയിട്ടില്ല, നന്നാവാൻ മാത്രം, അതാണ് പരാതി. അതെ, അതല്ലേ പരാതി? അതെ, വേറെ പരാതി ഒന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ ഇനി കുറച്ചുകൂടി പ്രായം കിട്ടിയാൽ നന്നാവാം, അതാണോ പറയണത്? അതെ. സാർ എത്ര വയസ്സ് പറഞ്ഞേ? 28. മാഡം 23. അപ്പൊ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോയിന്നു അല്ലേ? അതെ അതെ. അപ്പൊ അള്ളാഹുവിന്റെ ചോദ്യം, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ഇതേ ആയുസ്സും ഇതിനേക്കാൾ കുറവ് ആയുസ്സും കിട്ടിയ ആയിരക്കണക്കിന് ആള് നന്നായിട്ട് സ്വർഗത്തിലുണ്ടല്ലോ. സർ വയസ്സ് 28 പറഞ്ഞത്, 20 വയസ്സുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സ്വർഗത്തിലുണ്ടല്ലോ, പ്ലസ് 8 കൊല്ലം കിട്ടീനല്ലോ. ആ 8 കൊല്ലം എന്താ ചെയ്തത്? മാഡത്തിന് എത്ര പറഞ്ഞത്? 23. 18 വയസ്സുള്ള എത്ര ഫാത്തിമമാര് സ്വർഗത്തിലുണ്ട്, പ്ലസ് 5 കൊല്ലം നിങ്ങൾക്ക് കിട്ടി. എന്താ ചെയ്തത്? നന്നാവാൻ അങ്ങനെ കുറെ കാലം ഒന്നും വേണ്ട, ഉള്ള കാലം എന്ത് ചെയ്തു എന്നേ ഞാൻ നോക്കുള്ളൂ.